അതിവേഗ റെയിൽ സാങ്കേതിക വിദ്യയിൽ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് വീണ്ടും പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് ചൈന. വെറും 2 സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ 700 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന സൂപ്പർ കണ്ടക്ടിംഗ് ഇലക്ട്രിക് മാഗ്ലെവ് ട്രെയിനാണ് ചൈന വിജയകരമായി പരീക്ഷിച്ചത്. അതായത് ഇതുപോലെ ഒരു ട്രെയിൻ നമ്മുടെ കേരളത്തിലെത്തിയാൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ എത്താൻ കഷ്ടിച്ച് 1 മണിക്കൂർ സമയം മതി. ചൈനയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡിഫൻസ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ വിസ്മയത്തിന് പിന്നിൽ. 400 മീറ്റർ നീളമുള്ള പ്രത്യേക ട്രാക്കിലായിരുന്നു പരീക്ഷണം നടന്നത്. ഏകദേശം 1 ടൺ ഭാരമുള്ള ട്രെയിനിൽ നിമിഷനേരം കൊണ്ട് 700 കിലോമീറ്റർ വേഗതയിലെത്തുകയും തുടർന്ന് സുരക്ഷിതമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. കാന്തിക ബലം ഉപയോഗിച്ച് പാളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന സാങ്കേതിക വിദ്യ ആയതിനാൽ ട്രെയിനും ട്രാക്കും തമ്മിൽ നേരിട്ട് സമ്പർക്കമില്ല. ഇതിലൂടെ ആകർഷണം പൂർണ്ണമായും ഒഴിവാകുമെന്ന പ്രത്യേകതയുമുണ്ട്. ട്രെയിനിനെ അതിവേഗത്തിൽ തള്ളിവിടാൻ ഉപയോഗിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ആക്സിലറേഷൻ സിസ്റ്റം അത്രമേൽ കരുത്തുറ്റതാണ്. ഭാവിയിൽ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ പോലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നാണ് ഗവേഷകരുടെ അവകാശവാദം. പുതിയ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരങ്ങൾ തമ്മിലുള്ള ദൂരം മിനിറ്റുകൾക്കുള്ളിൽ മറികടക്കാൻ സാധിക്കും. ശൂന്യമായ ട്യൂബുകളിലൂടെ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് സംവിധാനങ്ങൾക്കും നിലവിൽ നടന്ന പരീക്ഷണം കരുത്തേകും. കഴിഞ്ഞ ജനുവരിയിൽ ഇതേ ട്രാക്കിൽ മണിക്കൂറിൽ 648 കിലോമീറ്റർ വേഗത ചൈന കൈവരിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിനൊടുവിലാണ് 700 കിലോമീറ്റർ എന്ന നാഴികക്കല്ലിലേക്ക് ചൈന എത്തിയത്. അതിവേഗ ഗതാഗത രംഗത്ത് ചൈനയുടെ ആധിപത്യം ഉറപ്പിക്കുന്നതാണ് പുതിയ പരീക്ഷണമെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ പ്രൊഫസർ ലിജി പറഞ്ഞു. കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ മിന്നിമറിയുന്ന വെള്ളി വെളിച്ചം ട്രെയിൻ ഗതാഗതത്തിന്റെ ഭാവി മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടെ ഡൽഹി സമീപ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റത്തിന് സമാനമായി 250 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടിക്കാവുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെട്രോ ഇന്ത്യയിലും പരിഗണനയിൽ. സിൽവർ ലൈൻ അനുമതി ലഭിക്കാൻ ഇടയില്ല എന്ന സ്ഥിതിയോടെ ഇത്തരമൊരു പദ്ധതി കേന്ദ്ര അനുമതിക്കായി സമർപ്പിക്കാനാണ് സംസ്ഥാനത്തിന്റെ നീക്കം. എന്നാൽ ഇതിനുള്ള വിശദമായ പദ്ധതി രേഖ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയും അവിടെ നിന്ന് കാസർഗോഡ് വരെയും 2 ഘട്ടമായി നിർമ്മിക്കാമെന്നാണ് വിലയിരുത്തൽ. വന്ദേ ഭാരത് വന്നതോടെ അതിവേഗ യാത്രയ്ക്ക് പ്രിയമേറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 250 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടിക്കാനാവുന്ന അതിവേഗ മെട്രോയ്ക്കുള്ള ശ്രമം നടക്കുന്നത്. സിൽവർ ലൈന് റെയിൽവേയുടെ അനുമതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെയാണിത്. കേന്ദ്ര നഗര വികസന മന്ത്രാലയം അനുമതി നൽകേണ്ട അതിവേഗ മെട്രോയ്ക്ക് അനുമതി നേടിയെടുക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഇതിന് റെയിൽവേയുടെ അനുമതി വേണ്ട. പദ്ധതിക്ക് കേരളം അപേക്ഷിച്ചാൽ സഹകരിക്കുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് കൊച്ചി മെട്രോ റെയിൽ പോലൊരു കമ്പനി ഉണ്ടാക്കിയാൽ പദ്ധതി നടപ്പിലാക്കാനാകും. ഭൂനിരപ്പിലും പാലങ്ങൾക്ക് മുകളിലും ടണലുകളിലും മെട്രോയുടേതുപോലുള്ള പാളങ്ങളിലൂടെ ഓടുന്നതാണ് റാപ്പിഡ് റെയിൽ. പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് നഗരവികസന മന്ത്രാലയമാണെങ്കിലും റെയിൽവേയുടെ സാങ്കേതിക അനുമതി അടക്കം വേണ്ടിവരും. സിൽവർ ലൈനിന്റെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള അലൈൻമെന്റ് റെയിൽവേ ഭൂമി ഒഴിവാക്കിയാണ്. ഭൂമി ഏറ്റെടുക്കാൻ എതിർപ്പുള്ളിടത്തും വെള്ളക്കെട്ടുള്ളിടത്തും എലിവേറ്റഡ് പാതയ്ക്കായി റാപ്പിഡ് റെയിൽ ഉണ്ടാക്കാനാണ് ശ്രമം. സിൽവർ ലൈനിന്റെ പദ്ധതി രേഖ പരിഷ്കരിച്ച റാപ്പിഡ് റെയിലിന്റേതാക്കി കേന്ദ്രത്തിന് നൽകാനാണ് നീക്കം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.